ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന MLA അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കളെ, ഏറ്റവും ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സഖാക്കളെ, ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ വിപ്ലവത്തിന്റെ മണ്ണിൽ ജനിച്ച ഞാൻ ശരിയായ കുടുംബത്തിലേക്ക് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ആദ്യം ഞാൻ അറിയിച്ചിട്ട്, ഈ കടയ്ക്കൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനസാഗരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഞാൻ ചെലവഴിച്ച ഇന്നലകളിൽ ഞാൻ ചെലവഴിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ബാല്യത്തിൽ അന്ന് കോൺഗ്രസിന് വേണ്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഈ കടയ്ക്കലിന്റെ പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ തന്നെ ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിലും കോൺഗ്രസിന് വേണ്ടി ഈ വിപ്ലവത്തിന്റെ മണ്ണിൽ ജനിച്ചു എന്നുള്ള സുരക്ഷിതത്വ ബോധത്തോടുകൂടി അന്ന് കോൺഗ്രസിന് വേണ്ടി നിരവധി യോഗങ്ങളിൽ പ്രസംഗിക്കുവാൻ ഞാൻ ഈ കടക്കിൽ ഒരുപാട് യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ പലരും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ തന്നെ ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഷാഹിദ കമാൽ ഇന്നലകളിൽ തന്റെ സമയവും ചിന്തയും തന്റെ അധ്വാനവും തന്റെ സമ്പത്തും തന്റെ ജീവിതവും ചെലവഴിച്ച കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM-യുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്താണ് എന്നൊരു പക്ഷേ നിങ്ങളിൽ പലരും നിങ്ങളുടെ മനസ്സുകളിൽ ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് ആശങ്കയോടുകൂടി ഒരുപക്ഷേ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ടാവാം. എന്നോട് ചോദിച്ചില്ലെങ്കിലും പരസ്പരം ചോദിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചു വളർന്ന എന്റെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംശയം ദൂരീകരിച്ചുകൊണ്ട് വേണം ഞാൻ കേരളീയ സമൂഹത്തെ അഭിസംബോധന ചെയ്യുവാൻ. കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ കടന്നു വരികയാണ്. ഞാൻ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദി അഭിസംബോധന ചെയ്യുവാൻ നിൽക്കുന്നത്. കാരണം മറ്റേതൊരു വേദി അഭിസംബോധന ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒരാത്മവിശ്വാസവും ധൈര്യവും എനിക്കുണ്ട്. ഈ വിപ്ലവത്തിന്റെ മണ്ണിലാണല്ലോ ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഒരാത്മവിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ജന്മം തന്ന മണ്ണാണല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നു എന്തുകൊണ്ട് ഞാൻ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്ന് നിങ്ങളിൽ പലരും ചോദിക്കുമ്പോൾ അതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ട് പോകേണ്ടത് എന്റെയും ആവശ്യമാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. പലരും ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ചായക്കട വർത്തമാനങ്ങളിലൂടെയും ഒക്കെ തന്നെ പലവിധത്തിലുള്ള ആക്ഷേപങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കുകയും പലവിധത്തിലുള്ള ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവരുടെയൊക്കെ മനസ്സാക്ഷി പറയുന്നുണ്ട്. അവരൊക്കെ ഉന്നയിക്കുമ്പോഴും കഴിഞ്ഞ 2-3 ദിവസമായി എന്റെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ആയിരക്കണക്കിന് 2 മണിക്ക് പോലും എനിക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ്, മനസ്സുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് തരുന്ന പിന്തുണയാണ് എനിക്ക് ഏറ്റവും വലിയ കരുത്ത്. അപ്പോഴാണ് ഞാൻ എടുത്ത നിലപാടുകൾ ശരിയാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്, ഷാഹിദ കമാലിന് മത്സരിക്കുവാൻ സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് വിട്ടതെന്ന് പറയുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരിക്കൽ പോലും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ
പറയുമ്പോൾ ചില മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനോടും ചോദിച്ചു, സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണോ ഷാഹിദ കമാൽ കോൺഗ്രസ് വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മൗനമായിരുന്നു. അവര് പറഞ്ഞു സീറ്റ് ചോദിച്ചിരുന്നില്ല എന്നവർക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു നടക്കുന്ന ആളുകളോട് നിങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് നിങ്ങൾ പോയി എന്റെ പഴയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയോടും ശ്രീ VM സുധീരനോടും ചോദിക്കണം, ഞാൻ സീറ്റ് മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ കോൺഗ്രസിന്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ആവശ്യപ്പെടുന്നവർക്ക് പോലും വേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രമേ സീറ്റ് കിട്ടുന്ന ഒരവസ്ഥയിലാണ് കോൺഗ്രസിന്റെ പോക്ക്. അല്ലാതെ അർഹതയും യോഗ്യതയും അല്ല മാനദണ്ഡമെന്ന് അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്. കേരളത്തിൽ KPCCയുടെ ഇന്ന് വരെയുള്ള KPCC അധ്യക്ഷന്മാർ ഒരുപാട് മഹാരഥന്മാർ അതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു പോയിട്ടുണ്ട്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 82 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസിന്റെ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ കേരളീയ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കളങ്കിതരായ മന്ത്രിമാരുണ്ട്, അഴിമതിക്കാരായ മന്ത്രിമാരുണ്ട്, ഈ രാജ്യത്തെ വിറ്റുമുടിക്കുന്ന മന്ത്രിമാരുണ്ട്. അവരെയൊന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമെങ്കിൽ ഞാൻ മത്സരിപ്പിക്കില്ല എന്ന് കേരളീയ സമൂഹത്തോട് പറഞ്ഞതിന് ശേഷമാണ് 82 പേരടങ്ങുന്ന ലിസ്റ്റുമായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. ഇവിടെ നിന്ന് അദ്ദേഹം പോകുമ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ തലയെടുപ്പോട് കൂടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്. ഡൽഹിയിൽ നടന്ന പോട്ട് നാടകം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു സാംസ്കാരിക കേരളത്തെ ഇതിലും വലിയ ലജ്ജാകരമാകുന്ന അവസ്ഥയിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണയം ഇതിനു മുമ്പ് കൊണ്ടെത്തിച്ചിട്ടില്ല. ഈ അഴിമതിക്കാരായ മന്ത്രിമാരെ മാറ്റി നിർത്തണമെന്ന് പാർട്ടിയുടെ അധ്യക്ഷൻ ഒരു വശത്ത് പറയുമ്പോൾ ഒരു കാരണവശാലും ഈ അഴിമതിക്കാരെ ഞാൻ മാറ്റി നിർത്തില്ല, ഇവര് നടത്തിയ അഴിമതിയുടെ നല്ല പങ്കെത്തിയത് എന്റെ ഓഫീസിലേക്കാണ്, ക്ലബ് ഹൗസിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അവസാനം സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷ ആ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ KPCC അധ്യക്ഷൻ വെറും ലോ കമാൻഡായി തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. എനിക്ക് അദ്ദേഹത്തോട് വിനയപുരസ്സരം ബഹുമാനപുരസ്സരം എനിക്ക് അദ്ദേഹത്തോട് പറയുവാനുള്ളത്, അങ്ങ് പറഞ്ഞ വാക്കുകളിൽ സത്യമുണ്ട് എങ്കിൽ, അങ്ങയുടെ ആദർശം പ്രകടമെങ്കിൽ അല്ല എങ്കിൽ, അങ്ങേ കേരളീയ സമൂഹത്തെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തതിന്റെ പേരിൽ, അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാത്തതിന്റെ പേരിൽ ഒരു KPCC അധ്യക്ഷന് ഈ KPCCയുടെ ചരിത്രത്തിൽ ഇതുപോലെ അപമാനിതനാകേണ്ടി വന്നില്ല. അങ്ങയോട് ഞാൻ വിനയാവസരം പറയുന്നു, അങ്ങയോട് നെറുകേട് കാണിച്ച ആ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് നേരിന്റെ പക്ഷമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് അങ്ങയെയും ഞാൻ ക്ഷണിക്കുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അഴിമതിക്കെതിരെ, അധാർമികതയ്ക്കെതിരെ, അരാജകത്വത്തിനെതിരെ, ഈ കൊല്ലലായ്മയ്ക്കെതിരെ നമുക്ക് നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതിനുവേണ്ടി ഞാൻ അങ്ങയെയും ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടു, ഇവിടെ TV തുറന്നു കഴിഞ്ഞാൽ സീറ്റിന് വേണ്ടി ഡൽഹിയിൽ പോകുന്ന ആളുകളുടെ ഒക്കെ മുഖങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ആ കൂട്ടത്തിലൊന്നും ഷാഹിദ കമാലിന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അത്തരം ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ അതിനെ ഞാൻ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. കേരളീയ സമൂഹം അതിനെ തള്ളിക്കളയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നീട് പറഞ്ഞു, എനിക്ക് CPM ഇടതുപക്ഷ മുന്നണിയും വാഗ്ദാനം നൽകിയിട്ടാണ് ഞാൻ പോയതെന്ന്. നിങ്ങൾക്കറിയുമോ സഖാക്കളെ, ഞാൻ CPM അംഗത്വം എടുത്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരാൻ തീരുമാനിച്ചിട്ട് മാസം കഴിഞ്ഞു. ആർക്കെങ്കിലും അറിയുമോ അവർ തീരുമാനമെടുത്ത കാര്യം? അങ്ങനെ തീരുമാനമെടുത്തിട്ട് നിൽക്കുന്ന ഞാൻ കോൺഗ്രസിന്റെ ഒരു സീറ്റിന് വേണ്ടി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല, അങ്ങ് ചവറയുടെ മണ്ണിൽ, കരിമണലിന്റെ നാട്ടിൽ
സഭയിലേക്ക് വന്നത്. അന്ന് അവിടെ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു. ഷാഹിദ കമാൽ CPM-ൽ ചേരാൻ തീരുമാനിച്ചിട്ട് കുറെ നാളായി. പക്ഷേ എന്തുകൊണ്ടാണ് വരാൻ വൈകിയതെന്ന് ചോദിച്ചാൽ അവരേതെങ്കിലും സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നാളെ ആരെങ്കിലും അവരെ ആക്ഷേപിക്കരുത്, സ്ഥാനാർത്ഥിത്വം മോഹിച്ചുകൊണ്ടോ, സ്ഥാനമാനം മോഹിച്ചുകൊണ്ടോ ആണ് അവർ വന്നതെന്ന് പറയുന്നത്. ഇന്നലകളിൽ അവർ ഈ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായി ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വനിത എന്ന നിലയിൽ അവർ അപമാനിതരാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ CPM-ൽ അംഗത്വം എടുത്തുകൊണ്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് മെയ് ദിനമായ, തൊഴിലാളി ദിനമായ മെയ് 1-ാം തീയതി ആ ദിനം തന്നെ ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ മുൻകൂട്ടി ഞങ്ങൾ തീരുമാനമെടുക്കുകയും സ്ഥാനാർത്ഥി എല്ലാവരും നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ ചേരുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവരാക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിന്റെ പിന്നിൽ, ഏതെങ്കിലും ഒരു സ്ഥാനമോഹത്തിന്റെ പിന്നിൽ ആണോ ഞാൻ പോയതെന്ന് നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല, തൊട്ടടുത്ത ദിവസം കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ നേതാവ്, കേരളത്തിലെ അഴിമതി രഹിത പോരാട്ടത്തിന്റെ അജയ്യനായ നേതാവ് സഖാവ് VS പങ്കെടുത്ത യോഗം കൊല്ലത്ത് വെച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ എന്നെ ഇരുത്തി സംസാരിച്ചപ്പോൾ ഇവിടെ ചില ആളുകൾ പറഞ്ഞു, സഖാവ് VS എന്തോ വാഗ്ദാനം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ സഖാവ് VS-നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സഖാവ് VS ഷാഹിദ കമാലിന് എന്തോ വാഗ്ദാനം കൊടുത്തിരിക്കുന്നു. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അന്തസ്സോടു കൂടി പറയുന്നു, സഖാവ് VS എനിക്കൊരു വാഗ്ദാനം തന്നു. അത് ഞാൻ ജനിച്ച എന്റെ കടക്കലിന്റെ മണ്ണിൽ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് എന്താണ് തന്ന വാഗ്ദാനമെന്ന്. അദ്ദേഹം എന്നെ അരികിലിരുത്തിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, അഴിമതി രഹിത പോരാട്ടത്തിൽ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട്, സ്ത്രീകളുടെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട്, സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറച്ചു കാണിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. മെയ് 19-ാം തീയതി റിസൾട്ട് അറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് അതിനൊരു മന്ത്രിയെ കൊടുക്കുമെന്നാണ് എനിക്ക് സഖാവ് VS തന്ന വാഗ്ദാനം. ഒരു സ്ത്രീ എന്ന നിലയിൽ കേരളീയ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നൽകിയ വാഗ്ദാനത്തെ ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ ആ വാഗ്ദാനം സ്വീകരിച്ചിരിക്കുന്നു. ഷാഹിദ കമാലിനല്ല വാഗ്ദാനം തന്നത്, കേരളത്തിലെ സ്ത്രീകൾക്കാണ്, കേരളത്തിലെ അമ്മമാർക്കാണ്. ഇനി ഒരു ദിശയുടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാഗ്ദാനം തന്നത്. അതാണ് VS. അല്ലാതെ വ്യക്തിപരമായി ഇവിടെ ആളുകൾ പറയുന്നതല്ല വാഗ്ദാനം എന്ന് പറയുന്നത്. എന്ത് വാഗ്ദാനത്തിന്റെ പേരിൽ? ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു, ഇന്നത്തെ കോൺഗ്രസിന്റെ പോക്ക് ഒരു കാലഘട്ടത്തിൽ 13-ാമത്തെ വയസ്സിൽ പെൺകുട്ടികൾ ആരും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും കടന്നു വരാത്തൊരു കാലഘട്ടം, സംവരണമില്ലാത്തൊരു കാലഘട്ടം. എന്റെ മുന്നിൽ ലതിക ചേച്ചിയൊക്കെ ഇരിപ്പുണ്ട്. 90-കളിൽ സംവരണം വന്നതിന് ശേഷമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്ത്രീകളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളുടെയും ഒക്കെ സാന്നിധ്യം കൂടിക്കൊണ്ടിരുന്നത്. അതിനു മുൻപ് സ്ത്രീകൾ വളരെ കുറച്ച് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പാർട്ടികളിലും പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. യാതൊരു സംവരണവുമില്ലാത്ത കാലഘട്ടത്തിൽ ഈ കളക്കിലിൽ ഒരു മതന്യൂനപക്ഷ കുടുംബത്തിൽ ജനിച്ച് ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിങ്ങൾക്കറിയാത്തതല്ല എന്റെ വീടും എന്റെ കുടുംബ പശ്ചാത്തലവും നിങ്ങൾക്കറിയാത്തതല്ല. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSU-യിലൂടെ ഞാൻ നടന്നതിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എന്റെ രാജ്യത്തെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ രാജ്യത്തെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്തായ സന്ദേശമാണ് ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ തലയെടുപ്പോടുകൂടി പറഞ്ഞിരുന്ന ആ ഇന്ത്യയുടെ മതേതരത്വം, ആ ഇന്ത്യയുടെ ജനാധിപത്യം, ആ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത് കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായിരുന്നുവെങ്കിൽ
സൂക്ഷിച്ചുവെങ്കിൽ, അവരത് ജനങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചുവെങ്കിൽ, രാജ്യത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചുവെങ്കിൽ, തുടർന്ന് ഇങ്ങോട്ട് കടന്നു വന്ന കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഈ അടുത്ത സമയത്തായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാരുടെ നിലപാടുകളോടുള്ള, സമീപനങ്ങളോടുള്ള, അവരുടെ വർഗീയ പ്രീണനത്തോടുള്ള, അതിനൊക്കെ എതിരെ പ്രതിഷേധിച്ചുകൊണ്ട്, പ്രതികരിച്ചുകൊണ്ട് അതിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ അടുത്ത കാലഘട്ടത്തായി എനിക്ക് വളരെ നന്നായി അറിയാം. 10-35 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ്. അവിടുത്തെ ഓരോ നേതാക്കന്മാരുടെയും സ്വഭാവം എനിക്കറിയാം. അവരൊക്കെ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ എനിക്കറിയാം. കുറെ കാലമായി നമുക്കറിയാം, ഇന്ത്യയിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് രാഷ്ട്രീയ ജീർണത ബാധിച്ച് ഇന്ന് പാർലമെന്റിന്റെ മൂലയിൽ ഇരിക്കേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ടായത് കോൺഗ്രസിന്റെ വർഗീയ പ്രീണനത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അധികാരം നിലനിർത്തുവാനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് മല്ലിട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കടന്നു വരാതിരിക്കുവാനും കോൺഗ്രസും BJPയും ഓരോ കാലഘട്ടത്തിലും നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വോട്ട് കച്ചവടവും പ്രീണന നയവും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് എക്കാലവും അധികാരം നിലനിർത്താവുന്ന വ്യാമോഹത്തോടു കൂടി ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് BJPക്ക് ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്താൻ അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ പട്ടിപ്പട്ടിയായി ഇന്ന് ഇന്ത്യയിൽ BJPയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള RSS പറയുന്നത് അനുസരിക്കേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് സംഭാവന ചെയ്തതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോൺഗ്രസിന് ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുമോ? നമ്മൾ ആലോചിക്കണം. വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കരാളഹസ്തങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വിലപ്പെട്ട മൂല്യങ്ങളായ ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്ത ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കർ, ഭരണഘടനയുടെ ശില്പി, അദ്ദേഹത്തിന്റെ 125ാമത് ജന്മദിനം കഴിഞ്ഞു പോയതേ ഉള്ളൂ. ആ ബാബാ സാഹിബ് അംബേദ്കർ വിഭാവനം ചെയ്ത ആ ഭരണഘടനയിൽ പറയുന്ന തുല്യനീതിയും സംരക്ഷണവും അവകാശവും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നൊരു തിരിച്ചറിവ് പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക സമുദായക്കാർക്കും ഒക്കെ ഈ രാജ്യത്ത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ സിഖെന്നോ ജൂതനെന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ ജനകോടികളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അപജയം വന്നതോടുകൂടി നേതാക്കന്മാരുടെ മനസ്സുകളിലേക്ക് വർഗീയ ചിന്ത കടന്നു വന്നതോടുകൂടി ആ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ മുന്നിൽ പഴയ നേതാക്കന്മാർ ഈ രാജ്യത്തിന് മുന്നിൽ കൊടുത്തിട്ടുള്ള സന്ദേശങ്ങൾ, ആശയങ്ങൾ അതെല്ലാം ഒന്നൊന്നായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാർക്ക് ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അധികാരത്തിന്റെ ലഹരിയാവോളം ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ അത് വിട്ടുകൊടുത്തുകൊണ്ട് മാറിപ്പോകുവാൻ ഇവരുടെ ഒന്നും മനസ്സ് അനുവദിക്കാത്ത അവസ്ഥയിൽ ഏത് അഡ്ജസ്റ്റ്മെന്റിനും അവർ ഇന്ത്യയിൽ തയ്യാറായതുപോലെ ഈ കൊച്ചു കേരളത്തിലും തയ്യാറാകുമെന്നുള്ളതിന്റെ പ്രതിഫലനങ്ങൾ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കന്മാരുടെ വാക്കുകളിലും വാചകങ്ങളിലും പ്രസംഗങ്ങളിലും പ്രവർത്തികളിലും നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാലാകാലങ്ങളിലായി ഇവർ നടത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ദുരന്തപൂർണമായ പര്യവസാനമാണ് ഇന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉപജീവന മാർഗത്തിന് വേണ്ടി കന്നുകാലികളെ വളർത്തുന്ന ആളുകളുണ്ട്. അവിടുത്തെ പ്രധാന തൊഴിലുകൾ കൃഷിയും കന്നുകാലികളെ വളർത്തലും ഒക്കെയാണ്. ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കന്നുകാലികളെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ അവരുടെ ഇന്നലകളിലെ പരമ്പരാഗതമായ
10-35 വർഷക്കാലം രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ ഇന്ന് ഞാനൊരു വിദ്യാർത്ഥിയായി നിൽക്കുന്നത് കൊണ്ട് ഈ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ, പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് എന്റെ രാജ്യത്തെ കുറിച്ച് ആശങ്കയുള്ളത് കൊണ്ട്, എന്റെ വരാൻ പോകുന്ന തലമുറയെ കുറിച്ച് എനിക്ക് ഭയമുള്ളത് കൊണ്ട് ഒരു മാറി ചിന്തിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളായി എന്നെ പോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സമാന മനസ്കരുടെ മനസ്സുകളിൽ ആ ഒരു വിപ്ലവത്തിന്റെ ജ്വാല കത്തി തുടങ്ങുവാൻ കുറെ നാൾ കൊണ്ട് തുടങ്ങിയതാണ്. ഒരു സംശയവും വേണ്ട. ഞാൻ മനസ്സിലാക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, ദളിത് വിഭാഗത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരുമായി കൊള്ളട്ടെ, ആ പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ, ആൺകുട്ടിക്ക് 21 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വിവാഹം കഴിക്കുവാനും ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം. ബ്രിട്ടീഷുകാരന്റെ നിർവാക്കുകൾക്ക് മുന്നിൽ വിരുമാറ് കട്ടിക്കൊടുത്ത് വീരരക്തസാക്ഷികൾ നമുക്ക് ഈ രാജ്യത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കലാണ്. ഒരു ഇന്ത്യൻ പൗരന് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ BJP അധികാരത്തിലിരിക്കുമ്പോൾ സംഘപരിവാറും ആർഎസ്എസ് ശക്തികളും ഈ രാജ്യത്ത് വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മന്ത്രിസഭയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ ഏതെങ്കിലും ദളിത് പെൺകുട്ടിയോ ആൺകുട്ടിയോ മറ്റൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദുരഭിമാനത്തിന്റെ പേരിൽ ആ ദുരഭിമാന കൊലകൾ എത്ര എണ്ണമാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗം അനുഭവിക്കുന്ന അക്രൂരതയുടെ കഥകൾ ഈ രാജ്യം അറിയുവാൻ ഒരുപാട് ഇനിയും ഈ രാജ്യം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമാണോ, എത്രയോ ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് ഓരോ ദിവസവും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ക്രൈസ്തവ സമുദായങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ദളിത് വിഭാഗങ്ങൾക്ക് ഒരു മൂലം നിങ്ങൾക്കറിയാം, ദളിതനായതിന്റെ പേരിൽ തന്റെ ജീവിതം ഞാനിതാ ഹോമിക്കപ്പെടുന്നു. ഈ സവർണ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേണ്ടി, ആ സവർണ ഫാസിസ്റ്റ് ശക്തികൾ ഈ രാജ്യത്തെ തകർക്കും. ആ തകർച്ച കണ്ടു നിൽക്കാൻ എനിക്ക് കൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്മൂല എന്ന് പറയുന്ന ഒരു മിടുക്കനായ ദളിത് വിദ്യാർത്ഥി നാളെ ഈ രാജ്യത്തിന്റെ സമ്പത്താവേണ്ട ആ കുട്ടിക്ക് ജീവൻ ഒടുക്കേണ്ടി വരുന്നു. ഇതിനെയൊക്കെ തടുക്കേണ്ടത് ആരാണ് ഇതിനെയൊക്കെ തടുക്കേണ്ടത്? BJP ഇന്ത്യ ഭരിക്കുമ്പോൾ, BJPയുടെ നിയന്ത്രണത്തിൽ ഇന്ത്യയും പല സംസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ ഉള്ള പാർട്ടി എന്ന് പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ പറയുന്നു, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഈ പാർട്ടി ശക്തമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവിടെയൊക്കെ ഇതുപോലെയുള്ള വർഗീയവാദികളെ, ഫാസിസ്റ്റ് ശക്തികളെ ശക്തമായി എതിർക്കേണ്ട, അനീതിക്കെതിരെ പോരാടേണ്ട, ശബ്ദമുയർത്തേണ്ട പാർട്ടി കോൺഗ്രസ് ആണ്. അവിടെയെല്ലാം ഉള്ള പാർട്ടി കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസ് മനഃപൂർവ്വം മൗനം അവലംബിക്കുന്നു. എന്തിനു വേണ്ടി മൗനം അവലംബിക്കുന്നു എന്ന് ഇന്ത്യയുടെ യുവത്വം ചിന്തിക്കണം. ആ മൗനമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ മൗനം ഭഞ്ജിക്കുവാൻ, ആ മൗനത്തിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ പോലെയുള്ളവർ തയ്യാറാകുമ്പോൾ, ഞാനും എന്നെ പോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഈ രാജ്യത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് വരും കാലഘട്ടത്തിൽ ഈ ചെങ്കൊടിയുടെ തടയിലായിരിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ആ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ നശിപ്പിച്ച പാർട്ടിയിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുവാൻ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുമ്പോൾ, അതിനോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാനും കോൺഗ്രസിനോട് വിട പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ വന്നപ്പോൾ കണ്ടു, എന്റെ കൂടെ പ്രവർത്തിച്ച എത്രയോ കോൺഗ്രസുകാരാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്നത്. നിങ്ങൾ കണ്ടു, വരാൻ പോകുന്ന ദിവസങ്ങൾ ഇതിലും കൂടുതൽ കോൺഗ്രസുകാർ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദിയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഷാഹിദ കമാൽ കോൺഗ്രസ് വിട്ടത്. അല്ല
അല്ലാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ ജനിച്ചു വളർന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മതചിന്തകൾക്ക് അതീതമായി എന്നെ സ്നേഹിച്ചവരാണ്, എന്നെ സ്നേഹിക്കുന്നവരാണ് ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും. അതുകൊണ്ടാണ് ഞാൻ കടന്നു വന്നപ്പോഴും സ്നേഹത്തോടു കൂടി എന്നെ ആശ്ലേഷിച്ചത്. അതുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ജനിച്ച മണ്ണിൽ എന്നെ സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളെങ്കിലും അറിയണമെന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടത്. പിന്നീട് ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് യോഗം കൂടിയാണല്ലോ, അതുകൊണ്ട് അതുകൂടി അല്പം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇവിടെ കഴിഞ്ഞ തവണ ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. അന്ന് വിജയിച്ച MLA ശ്രീ മുല്ലക്കര രത്നാകരൻ വേദിയിലിരിപ്പുണ്ട്. ശ്രീ MM ഹസൻ എനിക്ക് വളരെ സ്നേഹ ബഹുമാനമുള്ള നേതാവാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നേതാവാണ്. പക്ഷേ ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തനായ ഒരു വക്താവാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമിതിയിലെ അംഗമാണ്, ഭാരവാഹികളെ നിശ്ചയിക്കുന്ന സമിതിയിലെ അംഗമാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചടയമംഗലത്തേക്ക് വരുന്നത് ഞാൻ പണ്ട് ചടയമംഗലത്ത് നിന്ന് കാസർഗോഡ് പോയതുപോലെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അന്ന് ഞാൻ പാർട്ടിയുടെ മാനം കാക്കാനാണ് പോയതെങ്കിൽ ഇന്ന് ശ്രീ MM ഹസൻ സ്വന്തം മാനവും നഷ്ടപ്പെടുത്തിയിട്ട് ഈ ചടയമംഗലത്ത് നിന്ന് പോകേണ്ടി വരും. മറ്റൊന്നും കണ്ടല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്. സഖാവ് വീട്ടിൽ പോയിരുന്നോ? പ്രവർത്തിക്കൊന്നും വേണ്ട. MM ഹസന്റെ കൂടെ നടക്കുന്നവർ സഖാവ് മുല്ലക്കരയെ ജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അനുഭവമാണല്ലോ ഏറ്റവും വലിയ പാഠം. ആ പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഇന്ന് യെച്ചൂരി സഖാവ് വരുന്നോണ്ട് നമുക്ക് ഈ സമ്മേളനമൊക്കെ നല്ലതാ. അല്ലെങ്കിൽ ചടയമംഗലം മണ്ഡലത്തിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയ സഖാക്കളെ, ഞാൻ സ്ഥാനാർത്ഥിയായി കടന്നു വന്നപ്പോൾ KPCCയിൽ നിന്ന് അടിച്ചു തന്ന, ഇലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് അടിച്ചു തന്ന ലക്ഷക്കണക്കിന് പോസ്റ്ററുകളും അഭ്യർത്ഥന നോട്ടീസുകളും ഒക്കെ ഇവിടെ എത്തിച്ചു തരികയുണ്ടായി. ഇവിടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഞാൻ എല്ലാവരെയും പറയത്തില്ല, എല്ലാവരും അങ്ങനെയല്ല. കുറെ അധികം ആളുകൾ സത്യസന്ധതയും നീതിബോധവും ധർമ്മബോധവും ഉള്ളവരുണ്ട്. അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് സാധാരണ പ്രവർത്തകരാ. ഒരു ചെറിയ പോസ്റ്റെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുതെന്നാണ് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ഒരുപാട് പോസ്റ്ററും ഫ്ലക്സും പോസ്റ്ററും ഒക്കെ KPCC തന്നു ഇവിടെ വിട്ടു. എന്തായാലും എനിക്ക് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇല്ല. അവൻ എന്ത് ചെയ്തു? ഇലക്ഷൻ കമ്മിറ്റിയിൽ വന്നു, ചില സ്ഥലങ്ങളിൽ ഓരോ ബൂത്തുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ അത് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അഭ്യർത്ഥന നോട്ടീസ് അടിച്ച ഷാഹിദ കമാലിന്റെ ഫോട്ടോയും ഒപ്പം തന്നെ ഈ ഒഴുകിയ ആളുകളും ഞാനും സിന്ദാബാദ് വിളിച്ച സോണിയാഗാന്ധിയുടെ പടവും കൂടി അച്ചടിച്ച അഭ്യർത്ഥന നോട്ടീസൊക്കെ ആ ആറ്റിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു എന്ന് എന്നെ വിളിച്ച് ചില ആളുകൾ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒന്ന് ആറ്റിലിറങ്ങി ഒന്ന് തപ്പുമോ? അവര് ചോദിച്ചു, ഞാൻ ആറ്റിലിറങ്ങി തപ്പുന്ന എന്തിനാ? ഞാൻ പറഞ്ഞു, അതല്ല, സോണിയാഗാന്ധിയുടെ പടം അച്ചടിച്ച അവർക്ക് വിതരണം ചെയ്യുവാൻ കൊടുത്ത പോസ്റ്ററുകൾ അല്ലെങ്കിൽ അഭ്യർത്ഥന നോട്ടീസുകൾ ആ തോട്ടിലൂടെ ഒഴുകുമ്പോൾ ആ സോണിയാഗാന്ധിയോടൊപ്പം മറ്റൊരു ഗാന്ധിയെ കൂടി ഞാൻ കൊടുത്തിരുന്നു. അത് മറ്റാരുമല്ല, ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിട്ടുള്ള ഒരു നോട്ടീസും കൂടെ കൊടുത്തിരുന്നു, ഒരു പേപ്പറും കൂടെ കൊടുത്തിരുന്നു. അത് ഒഴുകുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അതൊഴുകിയത് നേതാക്കന്മാരുടെ പോക്കറ്റിലേക്കും സോണിയാഗാന്ധി ഒഴുകിയത് ആറ്റിലേക്കുമാണ്. സോണിയാഗാന്ധി ആറ്റിലേക്ക് ഒഴുകി, മഹാത്മാഗാന്ധി പോക്കറ്റിലേക്ക് ഒഴുകി. ഒന്ന് ആലോചിച്ചു നോക്കൂ. അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് ശ്രീ MM ഹസൻ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തോട് ആദരപൂർവ്വം ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ഒരു കുടുംബ സദസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു, എന്തിനാണ്
അങ്ങയെ കുറിച്ച് കേരളീയ സമൂഹത്തിനൊരു വിലയുണ്ട്, മതിപ്പുണ്ട്. അങ്ങ് ഈ പ്രായത്തിൽ ആത്മഹത്യ ചെയ്യാൻ വന്നത് എന്തിനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ? ശ്രീ എം.എം. ഹസനെ പോലുള്ള ഒരാൾക്ക് കോൺഗ്രസ് ഈ ഗതികേടാണ് വരുന്നതെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, സഖാവ് മുല്ലക്കര രത്നാകരൻ ചടയമംഗലത്തിന്റെ മണ്ണിൽ നിന്ന് MLA ആയിരിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം, കാരണം നിങ്ങൾ നിന്ന് പറഞ്ഞ ആൾക്കാർ പറയും, ഓ അവര് പ്രതിപക്ഷത്ത് നിന്നോട്ട് എന്തും പറയും, എന്ത് ആരോപണം ഉന്നയിക്കും. പക്ഷെ ഷാഹിദാക്കന്മാർ പറയുമ്പോ അങ്ങനെയല്ല. 5 വർഷക്കാലം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് അവര് കാണിച്ച കൊള്ളരുതായ്മകളെല്ലാം ആ അഴിമതിയുടെ കൂടാരത്തിൽ നിന്ന് വല്ലപ്പോഴുമെങ്കിലും പുറത്തു വന്ന് പ്രതികരിക്കുമെങ്കിലും കൂടുതൽ സമയവും നിശബ്ദമായി അതിനെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും കണ്ണും കാതും അടച്ചു നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷക്കാലത്ത് UDFന്റെ ഭരണത്തിന്റെ ആകത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ പറയുവാൻ കഴിയുന്നത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെയും മന്ത്രിമന്ദിരങ്ങളിലെ ഇടനാഴികളിലെ നാറുന്ന സോളാർ കഥകളുടെയും ആകത്തുകയായിരുന്നു 5 വർഷത്തെ UDF ഭരണമെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആരാ കഴിഞ്ഞ 2-3 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ ഉമ്മൻചാണ്ടിയാണോ കേരളം ഭരിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഈ 3 വർഷം പണ്ടൊക്കെ ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ യാത്ര ചെയ്യും. പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ, വിദേശത്തൊക്കെ പോകുമ്പോൾ ആളുകൾ എന്നോട് ഏത് സംസ്ഥാനത്ത് നിന്ന് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി അല്പം അഹങ്കാരത്തോടു കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന്. കാരണം അത് പറയുവാനെന്ന് എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. കാരണം ദൈവത്തിന്റെ സ്വന്തം നാടായ രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയുള്ള സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ലോകം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം. ആ കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ കേരളം വിട്ടു കഴിഞ്ഞാൽ ഞാൻ കേരളക്കാരിയാണ് എന്ന് പറയില്ല. കാരണം ഇന്ന് കേരളത്തിന്റെ പര്യായം എന്ന് പറഞ്ഞാൽ സോളാർ എന്നാണ് കേരളത്തിന്റെ പര്യായത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന കഥകളാണ് ഈ കേരളീയ സമൂഹത്തെ ആകമാനം മലീമസമാക്കിക്കൊണ്ട് ഈ മനുഷ്യ മനസ്സുകളെ വൈകൃതമാക്കത്തക്ക രീതിയിലുള്ള കഥകളാണ് ഈ സോളാറിന്റെ പേരിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ സഖാക്കളെ, കോൺഗ്രസ് പാർട്ടിയുമായി ഞാൻ അല്പം അകലാനുണ്ടായ ഒരു കാരണം കൂടി ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ സ്വന്തം നാടായതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുവരെ പ്രസംഗിച്ച ഒരു വേദിയിലും പറയാത്തൊരു കാര്യമാണ് ഇത് പറയുന്നത്. ഈ സോളാർ പ്രശ്നം ആദ്യമായി കേരളത്തിൽ വന്ന ദിവസം അന്ന് ഈ സ്ത്രീ, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരുടെ പേര് പറയുന്നത് തന്നെ ദുർഗന്ധം ഈ സമൂഹത്തിൽ വമിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ത്രീ ആദ്യമായി ഈ സോളാർ വിഷയം പുറത്തു വന്നപ്പോൾ അന്ന് പല ചാനലുകളും ഗവൺമെന്റിനെ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒന്നും പറഞ്ഞുകൂടാത്ത ഞാൻ ഒരു കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സ്ത്രീക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എന്റെ പ്രസ്ഥാനത്തെ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ പ്രസ്ഥാനമായ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ UDF ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ളൊരു ചാനൽ ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് വിശ്വാസ്യത കാണിക്കണമെന്നുള്ള ആ ഒരു കൂറന്നിൽ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ആദ്യം ഈ സംഭവം വന്നപ്പോൾ ഞാൻ അന്ന് ഒരു കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ ഈ സ്ത്രീക്കെതിരെ ശക്തമായി പ്രസംഗിക്കുകയും ഈ സ്ത്രീക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ
ഞാൻ ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ചതിനു ശേഷം ഞാൻ സ്റ്റേജിലെ കസേരയിൽ ഇരിക്കുമ്പോൾ എന്റെ ഫോണിൽ ഒരു കോൾ വരുന്നുണ്ട്, ഒരു വലിയൊരു നേതാവിന്റെ ഫോൺ വരുന്നുണ്ട് എന്റെ ഫോണിലേക്ക്. എന്താണ് ഈ സമയത്ത് വിളിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് ഞാൻ ആ സ്റ്റേജിന്റെ പിന്നിലേക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് പറഞ്ഞതിരിക്കട്ടെ, ഇനി ഒരു വേദിയിലും ഈ സ്ത്രീയെ പരാമർശിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചതെന്തു മര്യാദയാണ് ഈ സ്ത്രീയെ പരാമർശിക്കരുതെന്ന് പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രസ്ഥാനത്തിനെ, ഞാൻ ബഹുമാനിക്കുന്ന എന്റെ നേതാവായ ഉമ്മൻചാണ്ടിയെ, ഞാൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഒരു സ്ത്രീ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ കടമയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആ നേതാവ് പറഞ്ഞത് ഓസിയുടെ നിർദ്ദേശമാണ്. ആരാണ് ഓസി എന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയുമോ? അറിയില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരിപ്പുണ്ട്, അവരോട് ചോദിക്കണം ആരാണ് ഓസി എന്ന്. ഓസിയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് ഇനി ആ സ്ത്രീയെ ഒരു മീറ്റിംഗിലും പരാമർശിക്കരുത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിന്റെ കാരണം അറിയുവാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം ഞാൻ എന്റെ 13 വയസ്സിൽ തുടങ്ങിയ പ്രവർത്തനമാണ്. ഞാൻ KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ, മഹിളാ കോൺഗ്രസിലൂടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായത് കഴിഞ്ഞ 35 വർഷക്കാലത്തെ നീണ്ട പ്രവർത്തനങ്ങളുടെയും അധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. എനിക്കത് അറിയുവാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞ മറുപടി, ആ സ്ത്രീയെ പ്രലോഭിപ്പിക്കരുത്. ആ സ്ത്രീയെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രലോഭപ്പെട്ടു കഴിഞ്ഞാൽ ഓസിയെയും UDF ഗവൺമെന്റിനെയും കൊണ്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് ആ സ്ത്രീയെ പരാമർശിക്കരുതെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു സമുന്നതരായ നേതാവാണ്. ഇത് ഇന്നും നടന്ന സംഭവമല്ല, 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഞാൻ ഇന്ന് എന്റെ നാട്ടിലാണ് ഞാൻ ഇത് വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ പിന്നീട് ഒരു വേദിയിലും ആ സ്ത്രീയെ പറ്റി പറയാൻ പോയില്ല, ആ സ്ത്രീയെ പരാമർശിക്കാൻ പോയില്ല. ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിച്ചു. എന്റെ നേതാക്കൾ പറയുന്നത് കേൾക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നീട് ഇങ്ങോട്ട് നടന്ന നാടകങ്ങൾ, നാടകമോ സത്യമോ നാടകമേ ഉലകം എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയാണ് നടന്നത്. അവസാന നാളുകളിൽ ഈ സ്ത്രീ ആര് പ്രകോപിച്ചിട്ടാണെന്നറിയില്ല. ഷാഹിദ കമാൽ എന്തായാലും പ്രകോപിപ്പിച്ചില്ല, അന്നൊരു ദിവസം കൊണ്ട് നിർത്തി. പിന്നെ ആര് പ്രകോപിപ്പിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. ഒന്നൊന്നായി കേരളീയ സമൂഹത്തിന്റെ മുന്നിലേക്ക് ദുർഗന്ധം വമിക്കുന്ന മന്ത്രിമന്ദിരങ്ങളിലെയും MLA ക്വാർട്ടേഴ്സിന്റെയും ഇടനാഴികളിൽ നടന്ന സെക്രട്ടേറിയറ്റിനെ പോലും ഉൾപ്പെടുത്തുന്ന മാറിയ കഥകൾ ഓരോ ദിവസവും കേരളീയ സമൂഹം കണ്ണും കാതും അടച്ചുകൊണ്ട് കേൾക്കേണ്ടി വന്നു. പല വീടുകളിലും പല അമ്മമാർ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ TV കട്ട് ചെയ്തിരിക്കുന്നു, കുട്ടികൾക്ക് വാർത്ത കാണാൻ പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, നിങ്ങൾ നല്ല മൂർച്ചയുള്ള ശബ്ദത്തിൽ സംസാരിക്കുന്നവരാണ്, ചാനലുകളിൽ നിങ്ങൾ പ്രതിരോധിക്കുവാൻ മിടുക്കിയാണ്, പല വിഷയങ്ങളിലും നിങ്ങൾ പ്രതിരോധിച്ച് കോൺഗ്രസിനെ ആ പ്രതിരോധത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഓസിയെയും ഗവൺമെന്റിനെയും പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്ത്രീക്കെതിരെ സംസാരിക്കുവാൻ ചാനലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പിതാവേ ഉള്ളൂ എന്ന് എന്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, ഞാനും അത് വിശ്വസിക്കുന്നു. ഒരു സമയത്ത് ആ സ്ത്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിലക്കിയ നിങ്ങൾ ഇന്ന് നിങ്ങൾ ആ സ്ത്രീക്കെതിരെ പറയുവാൻ എന്നെ വിളിക്കുമ്പോൾ എന്നിലെ നീതിബോധം, എന്നിലെ ധാർമ്മികത, എന്നിലെ സാമൂഹിക പ്രതിബദ്ധത അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞ നിമിഷം മുതൽ കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കൊരു വര വരച്ചിട്ടു എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അഴിമതിക്കെതിരെ, അധാർമികതയ്ക്കെതിരെ, ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ ഷാഹിദ കമാലിന് വര വരച്ചെങ്കിൽ ആ വരയെക്കാളും വലിയ വര വരച്ചുകൊണ്ട് അതിനെക്കാളും വലിയ പ്ലാറ്റ്ഫോം
എന്നെ ക്ഷണിച്ചപ്പോൾ അഭിമാനബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്നെ ഒരുപാട് മോശമായി ചിത്രീകരിക്കുന്നു. ചില ഒരുപാട് നേതാക്കന്മാർ എന്നെ വിളിച്ചു. ഈ അറ്റാക്കൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, ഷാഹിദ കമാലിന്റെ പോക്ക് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം കോൺഗ്രസ് എന്ന അഴിമതിയുടെ കൂടാരത്തിന്റെ ഇരുമ്പ് വാതിൽ തല്ലിത്തകർത്ത് പുറത്തു വന്നുകൊണ്ട് ഇന്ന് ഒറ്റയായ ഷാഹിദ കമാലല്ല നിൽക്കുന്നത്. ഇതാ ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സഖാവ് ഷാഹിദ കമാലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ വാക്കുകൾ കേൾക്കാൻ കേരളീയ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്, കാത് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ അഴിമതിയുടെ കഥകൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ദിവസം തോറും വിദേശ രാജ്യങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തിനാ പറക്കുന്നത്? ഈ രാജ്യത്തെ കോടീശ്വരന്മാരെല്ലാം വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് പണമിട്ടിരിക്കുകയാണ്. ആ പണമെല്ലാം പിടിച്ച്, കള്ളപ്പണമെല്ലാം പിടിച്ചെടുത്തു കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, അങ്ങെന്തിനാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന പാവപ്പെട്ട പ്രഭാതം മുതൽ പ്രദോഷം വരെ പാടത്തും പറമ്പിലും മണിശാലകളിലും കശുവണ്ടി ഫാക്ടറികളിലും ഒക്കെ പണിയെടുത്ത് കച്ചവടം ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതി നടത്തി അങ്ങനെ നാടിന്റെ സമസ്ത മേഖലകളിലും പണിയെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരന്മാരും നമ്മളൊക്കെ അധ്വാനിക്കുന്ന നമ്മുടെയൊക്കെ ആ അധ്വാനത്തിന്റെ ഒരു വിഹിതം, നമ്മുടെ ഒരു വിയർപ്പിന്റെ അംശം, ആ വിയർപ്പിന്റെ അംശമുള്ള ചില്ലിത്തൊട്ടുകൾ നാം ഈ നാടിന്റെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്നു. എന്തിനു വേണ്ടി അടയ്ക്കുന്നു? ഈ നാടിന്റെ സമഗ്ര വികസനത്തിന്, പുരോഗതിക്ക്, ഈ നാടിന്റെ വളർച്ചയ്ക്ക്, പട്ടിണി മാറ്റുവാൻ, ദാരിദ്ര്യം മാറ്റുവാൻ, വെള്ളം എത്തിക്കുവാൻ, വെളിച്ചം എത്തിക്കുവാൻ, വിദ്യാഭ്യാസം കൊടുക്കുവാൻ, ആരോഗ്യ മേഖലയിലേക്ക് ചെലവഴിക്കുവാൻ, അങ്ങനെ ഈ നാടിന്റെ നാനാമുഖമായ മേഖലകളിലേക്കും ഈ നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പണമിടുന്നു. അങ്ങനെ നമ്മളൊക്കെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് പണമിട്ടുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയിലെ കള്ളപ്പണം കണ്ടുപിടിക്കുവാൻ നമ്മുടെ അധ്വാനം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ ദിവസവും ഇന്ത്യക്ക് വെളിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓരോ പ്രാവശ്യം പറഞ്ഞിട്ട് വരുമ്പോഴും ഓരോ ഇന്ത്യക്കാരനും കടക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കള്ളപ്പണം പിടിച്ചെടുത്തുകൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് തുറപ്പിച്ചുകൊണ്ട് ഓരോ ഇന്ത്യക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ ഇട്ട് തരുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഓരോ ദിവസവും കടക്കാരാക്കിക്കൊണ്ട് അദ്ദേഹം ലോകത്ത് പറന്നു നടക്കുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഒരു ശ്രമ അഭ്യർത്ഥനയുണ്ട്. അങ്ങ് ഈ നാടിന്റെ ജനതയുടെ പണമെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വീണ്ടും വീണ്ടും കടക്കാരാക്കിക്കൊണ്ട് അങ്ങ് ലോകത്തേക്ക് പറക്കുന്ന സമയത്ത് അങ്ങ് ഈ കൊച്ചു കേരളത്തിലേക്ക് ഒന്ന് പറന്നു വരിക. ഈ കൊച്ചു കേരളത്തിലെ ഈ കഴിഞ്ഞ 5 വർഷത്തെ UDFന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കയ്യിലുള്ള കള്ളപ്പണം പിടിച്ചെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ നാടിന്റെ ജനതയ്ക്ക് ലക്ഷോപലക്ഷം രൂപ ബാങ്കുകളിലേക്ക് ഇട്ടുകൊടുക്കുവാൻ. ഈ നാട്ടിലെ ഓരോ പൗരന്റെയും ആളോഹരി കടത്തിന്റെ അംശം അളവ് കുറഞ്ഞു വരുവാൻ അത് മാത്രം മതി. എന്തിനാണ് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയുടെ 5 വർഷത്തെ ഭരണം നമ്മൾ കണ്ടതല്ലേ? സാധാരണഗതിയില് ഒരു കാര്യം ഞാൻ സത്യസന്ധമായി ചോദിച്ചു കൊള്ളട്ടെ. ഒരു ഗവൺമെന്റിന് ഒരു തുടർ ഭരണം കിട്ടുമെന്ന് ആ ഗവൺമെന്റിന് വിശ്വാസമുണ്ട് എങ്കിൽ, ആ ഗവൺമെന്റിന് ഉറപ്പുണ്ടെങ്കിൽ, ഒരു നിശ്ചയദാർഢ്യമുണ്ട് എങ്കിൽ, ആ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന വേളയിൽ ജനോപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികൾ ഈ നാട്ടിൽ നടപ്പിലാക്കും ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് അങ്ങനെയാണ്. അവസാനത്തെ 6 മാസം എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയെങ്കിലും, ജനങ്ങളുടെ താല്പര്യം പിടിച്ചു പറ്റാനെങ്കിലും, ഒന്നുമില്ലെങ്കിൽ വോട്ടിന് വേണ്ടിയെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാണ് സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരിക്കൽ പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ അധികാരത്തിൽ വരത്തില്ല എന്ന് UDFന്റെ നേതാക്കന്മാർക്ക് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടിനെ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ ആളുകൾ അല്പം ആശ്വാസം കൊള്ളുന്നു. നമ്മുടെ നാട്ടിൽ വെള്ളമില്ല, ദാഹജലത്തിന് പോലും വെള്ളമില്ലാതെ ആളുകൾ
അവസാന നിമിഷങ്ങളിൽ, ഭരണത്തിന്റെ അവസാന നാടുകളിൽ മദ്യം ഘട്ടം ഘട്ടമായി നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അവസാനം ഇറങ്ങാൻ നേരത്ത് എന്നായിരിക്കട്ടെ ഇവിടുത്തെ വലിയ മുതലാളിമാർക്കെന്ന് പറഞ്ഞുകൊണ്ട് 5 വാറുകൾ തുറന്നു കൊടുത്തിട്ട് പോകുന്നു. തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള ഒരു ഗവൺമെന്റ് ചെയ്യുന്ന പരിപാടിയാണോ എന്ന് ഒരു കൊച്ചുകുട്ടിക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാകും. സാധാരണയായി നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഞങ്ങള് ഇവിടൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയും ഒക്കെ ഇപ്പം വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി. സാധാരണ വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നമ്മൾ അത്യാവശ്യത്തിന് കറിവേപ്പിലയും വെണ്ടയും വാഴയും ഒക്കെ നമ്മൾ നട്ടു വളർത്താറുണ്ട്. നമ്മൾ അവിടെ ജീവിക്കുന്നിടത്തോളം നമുക്കെടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും ആ വാടക വീട് സ്വന്തമാക്കുവാൻ നമ്മളൊരു പരിശ്രമം നടത്തി നോക്കും. പക്ഷേ ആ പരിശ്രമം പരാജയപ്പെട്ടുകൊണ്ട് നമ്മൾ ആ വാടക വീട് ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ചില ആളുകളെങ്കിലും ആ വാടക വീട് എന്തായാലും ഞാൻ നട്ടു വളർത്തിയതല്ലേ എന്ന് കരുതി ആ വീട്ടിൽ മുന്നിൽ നിൽക്കുന്ന കറിവേപ്പിലയും വെണ്ടയും ഒക്കെ മൂടോളം പിടിച്ചെടുക്കും. ഒപ്പം അവിടെ ഏതെങ്കിലും ഒരു വാഴ കുലിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂമ്പ് മാത്രമേ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതാവട്ടെ തോരനെങ്കിലും വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് മുടിച്ചു കൊണ്ടുപോകും. കൂട്ടത്തിൽ വീട്ടുകാർ നട്ടു വളർത്തിയ തേക്കോ ഈട്ടിയോ ഉണ്ടെങ്കിൽ അതും ഒരു കഷ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതും കൂടി മുറിച്ചു കൊണ്ടുപോകുന്ന ചില വാടകക്കാരുണ്ട്. അതുപോലെയാണ് UDF 5 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് പോകുമ്പോൾ പുല കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കഴുക്കൂർ ഊരിയെടുക്കുന്നത് പോലെ ഈ നാടിന്റെ സമ്പത്ത് ഓരോന്നും, ഈ നാടിന്റെ ഘടനായ പ്രദേശങ്ങൾ ഓരോന്നും സന്തോഷ് മാധവനടക്കം വിഷയമല്ലി അടക്കമുള്ള മല്ലനും മാധേവനും എഴുതി കൊടുത്തത് കേരളീയ സമൂഹം കണ്ടതാണ്. കുറ്റം പറയരുതല്ലോ. വസ്തു കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല. എന്താണെന്നറിയോ? പോയ പോക്കിൽ ശ്രീ ഉമ്മൻചാണ്ടി 28 ഏക്കർ ഷാഹിദ കമാലിന്റെ പേരിലും എഴുതിയെന്നാണ് ഏറ്റവും അവസാനമായി അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ അറിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്. ഷാഹിദ കമാലിന്റെ പേരിൽ 28 ഏക്കർ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ മനസ്സിലാക്കി. വളരെ സന്തോഷമുണ്ട്. 3.5 പതിറ്റാണ്ട് ഞാൻ പണിയെടുത്ത പ്രസ്ഥാനം അവസാനം ഇറങ്ങിപ്പോയി. ഇനി ഒരിക്കലും തിരിച്ച് കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരില്ല എന്ന് തോന്നിയപ്പോൾ പാവമല്ലേ, അവനൊരു വിധവയല്ലേ എന്ന് വിചാരിച്ച് 28 ഏക്കർ എഴുതി തന്നതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയിട്ട് വേണം 10 രൂപ സ്റ്റാമ്പ് അടിച്ച് വിവരാവകാശ കമ്മീഷൻ അപേക്ഷ കൊടുക്കുവാൻ. ഒരുപക്ഷേ ചിലപ്പോൾ എഴുതിയതായിരിക്കും, എനിക്ക് അറിയത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ കോൺഗ്രസ് വിട്ടുപോകുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എന്നെ സോപ്പിട്ട് വല്ല ചില്ലറയും തന്നിട്ട് ബാക്കി തിരിച്ച് എഴുതി ബിനാമിയായിട്ട് വെച്ചിട്ട് തിരിച്ചെഴുതി എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാൻ പോലും അറിയാതെ 28 ഏക്കർ എഴുതി തന്നത്. എന്തായാലും കിട്ടിയതല്ലേ, ഞാൻ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിവരാവകാശ നിയമം അനുസരിച്ച് ഞാൻ ചോദിക്കും, എവിടെയാണ് എന്റെ ഭൂമി എന്ന് ചോദിക്കും. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാനും ഒരു ഭൂവുടമയായിട്ട് ഈ കടക്കലിലൂടെ ഒക്കെ ഗമയിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം സഖാക്കളെ. 28 ഏക്കറല്ലേ, 1ഉം 2ഉം അല്ലല്ലോ, ഇരിക്കട്ടെ. എന്തൊരു അധാർമികതയാണ് കാണിക്കുന്നത്. ഞാൻ ആ പ്രസ്ഥാനം വിട്ടുകൊണ്ട് അതിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുമ്പോൾ എന്റെ വായടയ്ക്കുവാൻ, എന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കുറയ്ക്കുവാൻ, എന്നെ ഇല്ലാതാക്കുവാൻ നടത്തുന്ന ഗൂഢതന്ത്രങ്ങളാണ് ഇത്. എവിടെ നിന്നാണ് ഈ പ്രചാരണം ഉണ്ടായതെന്നും ആരുടെ വാട്സപ്പിൽ നിന്നാണ് ഇത് പോയതെന്നും കൃത്യമായി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനത് പറയില്ല. 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പത്രസമ്മേളനം നടത്തി ഞാനത് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെതിരെ ഞാൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ഇന്നല്ല നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇന്ന് ഞാൻ പരാതി കൊടുത്താൽ അത് ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്ന് എനിക്കറിയാം. 19-ാം തീയതി കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ദിവസം ഞാൻ പരാതി കൊടുക്കും. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്, ഒരു ഭയമുണ്ട്. കാരണം സത്യപ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടി നമ്മൾ കടക്കൽ നിന്ന് സഖാവ് മുന്നക്ക രത്നാകരൻ അടക്കം സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലുമ്പോൾ ആ സെക്രട്ടേറിയറ്റിന്റെ ആധാരവും കൊണ്ട് മറ്റാരെങ്കിലും വരുമോ, ആ സംഗതി അവിടെ കാണുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പക്ഷേ ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ സത്യപ്രതിജ്ഞ അനിവാര്യമായതുകൊണ്ട് അങ്ങ് റോഡിൽ ആണെങ്കിലും സത്യപ്രതിജ്ഞ നടക്കുമല്ലോ. അതിനുശേഷം ഞാൻ എന്നെ കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ തെളിവോടുകൂടി നിയമ നടപടികൾക്ക് ഞാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്ന് ഉമ്മാക്കി കാണിച്ച് എന്നെ വരട്ടാമെന്നോ
അമ്മമാരും സഹോദരിമാരും ഇരിക്കുന്നു. പെൺമക്കൾ ഉള്ളവരൊക്കെ പണ്ട് വീട്ടിൽ